ഫ്രണ്ട്സ്, അടുത്ത 7 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫ് മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? ആൻഡ് ഇത് എങ്ങനെ സാധ്യമാകും? ഇതിനായിട്ടാണ് ഈ ഒരു 168 hours ചാലഞ്ച്. ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും. നിങ്ങളോട് ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈഫ് അത് നിങ്ങളായിട്ട് സ്വയം തിരഞ്ഞെടുത്തതാണോ, അതോ സാഹചര്യം കാരണം കൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്മർദ്ദം കാരണം കൊണ്ടോ ഈ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ നിങ്ങൾ നിർബന്ധിതനായിട്ട് മാറിയതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഫ്രണ്ട്സ്, ഈ ഒരു 7 days ചാലഞ്ച് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മാറ്റിമറിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇന്ന് പറയാൻ പോകുന്ന ഗോഡ് മോഡ് ഓഫ് 7 days ചാലഞ്ചിനെ പറ്റി യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ നടത്തിയ ഒരു റിസർച്ചിൽ കണ്ടെത്താൻ സാധിച്ചത്, ഒരു ശീലം നമ്മളിൽ ക്രിയേറ്റ് ആവാൻ 66 ദിവസം വേണമെങ്കിലും നമ്മളുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ കണക്ഷൻസ്, അതായത് ന്യൂറൽ പാത്ത് വേസ് ക്രിയേറ്റ് ആവാൻ വെറും 7 ദിവസം മതി എന്നുള്ളതാണ്. അപ്പോൾ 7 ദിവസം കൊണ്ട് ലൈഫ് മുഴുവനായിട്ട് മാറുമെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഈ റിസർച്ചിൽ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം 7 ദിവസങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ കണക്ഷൻസ്, സിനാപ്സിസ് രൂപപ്പെടും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പുതിയ ന്യൂറൽ കണക്ഷൻസ് നിങ്ങളുടെ മെമ്മറി പവർ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. സോ 7ാമത്തെ ദിവസം മുതൽ നിങ്ങളൊരു പഴയ ആളായിരിക്കില്ല, നിങ്ങളുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ തന്നെ മാറിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിയായിട്ട് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതിനുള്ള കാരണം നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ, ജങ്ക് ഫുഡ്, അനാവശ്യമായിട്ടുള്ള ഭയം, സ്ട്രെസ്, ഇതെല്ലാം പാടെ നിങ്ങളുടെ ബ്രെയിനിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. സയൻസ് പറയുന്നത് നിങ്ങളുടെ ബോഡിയിലുള്ള സെൽസിൽ ഓരോ 7 ദിവസം കൂടുന്തോറും ഒരു വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു 168 hours നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളുടെ അടുത്ത 7 വർഷത്തെ തീരുമാനിക്കുന്നത്. ഇത് ജസ്റ്റ് വെറും ഒരു ചാലഞ്ച് അല്ല, ഇത് നിങ്ങളുടെ ബ്രെയിൻ, DNA ഇതിനൊക്കെ റീറൈറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ്. അടുത്ത 7 ദിവസം നിങ്ങളുടെ IQ, എനർജി ലെവൽ, ക്ലാരിറ്റി ഇതെല്ലാം വേറെ ലെവലായിരിക്കും. ബട്ട് ഫ്രണ്ട്സ്, ഇത് എല്ലാവർക്കും സാധ്യമാകില്ല. ആരുടെ ഉള്ളിലാണോ ഒരു സ്ട്രോങ് ഡിസയർ ഉള്ളത്, മെൻ്റൽ സ്ട്രെങ്ത് ഉള്ളത്, അവർക്ക് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. കാരണം അവർക്ക് മാത്രമേ അടുത്ത 7 ദിവസവും ഇത് ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഒരു 7 days നോ എക്സ്ക്യൂസസ്, നോ ലേസിനെസ്, ഓൺലി ഫുള്ളി കമ്മിറ്റഡ് ആക്ഷൻസ്. സോ ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1, മോണോ ടാസ്കിംഗ് ആൻഡ് ഡീപ്പ് വർക്ക്. ഇതൊരു ലീഡർ ടൂളാണ്. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുന്നത് അത് സ്മാർട്ട്നെസ് അല്ല, അതൊരു ഫൂളിഷ്നെസ് ആണ്. നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരേ സമയം ട്രൈ ചെയ്യുമ്പോൾ ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ എഫിഷ്യൻസി കുറയും. ഒരേ സമയം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, എന്നാൽ അതിൻ്റെ ആക്യുറസി വളരെ കുറവായിരിക്കും. ഇതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ഒരൊറ്റ വർക്ക് മാത്രം ചെയ്യുക. 90 minutes യാതൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഒരു വർക്ക് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ മൈലിൻ എന്നുള്ള നെർവ് സെൽ ക്രിയേറ്റ് ആകും. ഇത് നിങ്ങളെ ഒരു കാര്യത്തിൽ മാസ്റ്റർ ആകാൻ വേണ്ടി സഹായിക്കും. ഫ്രണ്ട്സിന് നിങ്ങൾക്കും ലൈഫിലേക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരണം. നിങ്ങളിലെ ഓവർ തിങ്കിങ്, ടെൻഷൻ, ലേസിനെസ് ഇതൊക്കെ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഓവറോൾ പേഴ്സണാലിറ്റി ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 2, എക്സിറ്റ് ഫ്രം ഇലക്ട്രോണിക് കോമ, ദ ഡോപാമിൻ ഫാസ്റ്റ് സിഗ്നൽ. ഇവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല, ബിക്കോസ് അതൊരു പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഫോൺ നിങ്ങളെ യൂസ് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നാൽ, ദിവസത്തിൽ 1 മണിക്കൂർ മാത്രം നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഇൻ്റർനെറ്റ്, മൊബൈൽ എന്നിവ യൂസ് ചെയ്യുക. ബാക്കിയുള്ള സമയം നിങ്ങളുടെ ഫോൺ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിൽ ഇടുക. നിങ്ങൾ മൊബൈൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിനെ ഓഫ് ചെയ്ത് ഒരു റോബോട്ടിനെ പോലെ ആകും. സോ ഇത് നിർത്തിയാൽ മാത്രമേ നിങ്ങളുടെ ബ്രെയിൻ നന്നായി ചിന്തിച്ച് നിങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ഫ്രണ്ട്സ്, ഇത് ബുദ്ധിമുട്ടാണെന്നറിയാം, ബട്ട് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ മാത്രമേ നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. നമ്പർ 3, ദ ബ്രൂട്ടൽ സെൽഫ് റിഫ്ലക്ഷൻ, ദ മിറർ ടോക്ക്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് എത്ര കാലങ്ങളായി?
ഈ മെത്തേഡ് വളരെ പവർഫുള്ളാണ്. ദിവസവും രാത്രി 10 മണിക്ക് ഒരു ഡയറിയിൽ ഇന്ന് ഞാൻ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്തു, എന്തൊക്കെ പോസിറ്റീവായി ചെയ്തു, ഇങ്ങനെ നിങ്ങളുടെ ഇൻ ആൻഡ് ഔട്ട് എല്ലാം എഴുതി വയ്ക്കുക. ഇത് നിങ്ങളുടെ മെറ്റാകോഗ്നിഷനെ ഇംപ്രൂവ് ചെയ്യും. അതായത് നിങ്ങളുടെ ചിന്തകളുടെ മേലെ നിങ്ങൾക്ക് തന്നെ ഒരു കൺട്രോൾ വരും. യു ബിക്കം ദ മാസ്റ്റർ ഓഫ് യുവർ മൈൻഡ്. നമ്പർ 4, the 16:8 ഫാസ്റ്റിംഗ് ആൻഡ് ബ്രെയിൻ ഫ്യൂവൽ. സെല്ലുലാർ റിപ്പയറിംഗ്. നിങ്ങളുടെ ബോഡിക്കല്ല, നിങ്ങളുടെ ബ്രെയിനിന് വർക്ക് കൊടുക്കുക. 16 മണിക്കൂർ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുക. നൈറ്റ് 8 മണി മുതൽ അടുത്ത ദിവസം 12 മണി വരെ ഒന്നും കഴിക്കാതിരിക്കുക. ഇത് ഡെയിലി വേണ്ട, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇത് ചെയ്താൽ മതി. സയൻസ് പറയുന്നത് ഓട്ടോഫജി എന്ന സിസ്റ്റം നിങ്ങളുടെ ബോഡിയിലുള്ള കേടായ സെൽസിനെ റീസൈക്കിൾ ചെയ്ത് പുതിയ സെൽസിനെ രൂപീകരിക്കും എന്നുള്ളതാണ്. ഇതിലൂടെ നിങ്ങളിലെ ബ്രെയിൻ ഫോഗ് പതിയെ ഇല്ലാതാകും. നമ്പർ 5, ദ കോൾഡ് ഷവർ ഫിസിക്കൽ ഷോക്ക്. നിങ്ങളുടെ കംഫർട്ട്നെസ് ആണ് നിങ്ങളുടെ എനിമി. സോ ദിവസവും രാവിലെ കോൾഡ് ഷവർ ചെയ്യുക. ഇത് നിങ്ങളുടെ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള നോറെപിനെഫ്രൈനെ 200% വർദ്ധിപ്പിക്കും. ഇതിലൂടെ നിങ്ങളുടെ സഹനശക്തി നന്നായിട്ട് വർദ്ധിക്കും. വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഇത്. നെവർ കോംപ്രമൈസ് അറ്റ് എനി സിറ്റുവേഷൻ. ദ വിത്ഡ്രോൾ ഫേസ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ദിവസങ്ങളിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു 7 ദിവസത്തിലെ 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് വലിയൊരു പെയിൻ അനുഭവപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യണമെന്ന് തോന്നും, ജങ്ക് ഫുഡ് കഴിക്കണമെന്ന് തോന്നും, വെറുതെ ഇരിക്കണമെന്ന് തോന്നും. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ തന്നെ ട്രിക്ക് ചെയ്യും. ഇതൊക്കെ എന്തിനാണ്, ഒരു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് പറയും. ബട്ട് ഫ്രണ്ട്സ്, റിമെമ്പർ, ആ ഒരു ടൈമിൽ ഒരു ആവറേജ് മനുഷ്യനാകണോ അതോ ഒരു ഹൈ വാല്യൂ മാൻ ആകണോ എന്നുള്ള ആ ഒരു തീരുമാനം മുഴുവനായിട്ടും നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പെയിനെ ആക്സെപ്റ്റ് ചെയ്യുക. എംബ്രേസ് ദ പെയിൻ. വേദനയാണ് മാറ്റത്തിൻ്റെ അടിസ്ഥാനം. സോ ഇത് 7 days 168 hours ഇത് നിങ്ങളുടെ ലൈഫിനെ മുഴുവനായിട്ടും മാറ്റിമറിക്കാൻ പോകുന്നു. അടുത്ത ആഴ്ച ഇതേ നേരത്ത് നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവിടെ നിങ്ങളൊരു പുതിയ മനുഷ്യനായിരിക്കും. കണ്ണുകളിലെ കോൺഫിഡൻസ്, ശരീരത്തിലെ വേഗത, മനസ്സിലെ ശാന്തത, ഇതെല്ലാം നിങ്ങളിൽ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ വീണ്ടും പഴയതുപോലെ ജീവിക്കാൻ പോവുകയാണോ അതോ ഈ ഒരു 7 days ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായവർ മാത്രം കമൻറ്റിൽ ചാലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് 7 ദിവസങ്ങൾക്ക് ശേഷം ഈ കമൻറ്റിൽ വന്നിട്ട് നിങ്ങളുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.